സിൻജി, ഡീപ് സ്റ്റേറ്റും അമേരിക്കയും തമ്മിൽ ഇത്രയും നാൾ ശത്രുതയുണ്ടായിരുന്നു. അമേരിക്കയല്ല, ഡൊണാൾഡ് ട്രംപുമായിട്ട്. ഇപ്പൊ അവര് തമ്മിൽ ഭയങ്കര സൗഹൃദത്തിലായി എന്ന് കേൾക്കുന്നു. അതിന്റെ സത്യാവസ്ഥ അറിയില്ല. എന്തായാലും ഇപ്പൊ നല്ല സൗഹൃദത്തിലാണ്. അപ്പൊ റഷ്യയാണ് ഇപ്പോ രണ്ടുപേരുടെയും മെയിൻ ശത്രു എന്ന് പറയുന്നത്. ഇവിടെ ഇന്ത്യക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം തന്നെ പറഞ്ഞാൽ അമേരിക്കയുടെ ശത്രുവല്ല, ഡൊണാൾഡ് ട്രംപിന്റെ ശത്രുവാണ് ശരിക്കും ഈ പറഞ്ഞ ഡീപ് സ്റ്റേറ്റ്. കാരണം എന്താ പറയുക, ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് ഡീപ് സ്റ്റേറ്റിന്റെ വേരറക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തിയോണ്ടാണ് അങ്ങനെ. കാരണം ഇതുവരെ അമേരിക്കയെ നിയന്ത്രിച്ചത്, യൂറോപ്പിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിയന്ത്രണമല്ല ഇപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിന്റെ കയ്യിലാണ്. അവിടെയുള്ള കുറെ രാഷ്ട്രീയക്കാരുണ്ടാവും, ഉദ്യോഗസ്ഥരുണ്ടാകും, അതുപോലെ തന്നെ ജയിച്ചു വരുന്ന ഭരണാധികാരികളുണ്ടാവും. ഇവരെല്ലാം ചേർന്നൊരു വലിയ നെറ്റ്വർക്കാണ്, ഒപ്പം വൻ ബിസിനസ്സുകാരും. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാറ്റോയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം അത്ര സുഖമല്ല. കാരണം നാറ്റോയുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഇനി പണമൊന്നും നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങളുടെ പൈസ എടുത്ത് ആയുധങ്ങളൊക്കെ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ ബന്ധം അത്ര സുഖകരമല്ലാതെ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ റഷ്യ വലിയൊരു ശക്തിയായിട്ട് ഉയർന്നു വരുന്നു. അപ്പോൾ റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പണം നഷ്ടപ്പെടും, ആയുധങ്ങൾ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടാൽ വീണ്ടും ആയുധങ്ങൾ മേടിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കണം. അപ്പോൾ സാമ്പത്തിക ചെലവ് വരും. അങ്ങനെ സാമ്പത്തിക ചെലവ് വരുന്ന റഷ്യ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഇന്ത്യ വൻതോതിൽ പണം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിക്കുക, 14 കോടി ജനങ്ങളുള്ള റഷ്യക്ക് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്ന് പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. പക്ഷെ അതിനകത്തൊരു സത്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ റഷ്യക്ക് മേൽ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി. അതുകൊണ്ട് അവരുടെ കയ്യിൽ ധാരാളമുള്ള ഓയിൽ വിൽക്കാൻ പറ്റുന്നില്ല. ഇന്ത്യ എന്ത് ചെയ്തു? അവരുടെ കയ്യിൽ നിന്ന് വൻതോതിൽ ഓയിൽ മേടിക്കുന്നു, എന്നിട്ട് അത് പ്യൂരിഫൈ ചെയ്തിട്ട് മറിച്ച് വിൽക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ ഡോളർ കണക്കിന് രൂപയുടെ ഓയിൽ ഇടപാട് അല്ലെങ്കിൽ എണ്ണ വ്യാപാരം ഇന്ത്യയും റഷ്യയും കൂടെ നടത്തുന്നു. അപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് നിന്ന് കഴിഞ്ഞാൽ ഈ വ്യാപാരം ബ്രേക്കാകും, റഷ്യക്കുള്ള പണം വരുന്നത് നിന്നുപോകും. അപ്പോൾ ഇന്ത്യ രൂപയിലാണ് റഷ്യയുമായിട്ട് ഇടപാട് നടത്തുന്നത്, റഷ്യ അവരുടെ റൂബിളിലാണ്. അപ്പോൾ ഡോളറിൻ്റെ ഇടപാട് ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വലിയ അപകടമാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നാറ്റോയുമായിട്ട് ചേർന്ന് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കണം, എന്നിട്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ ഇതിൽ നിന്ന് പിന്മാറ്റണം, അല്ലെങ്കിൽ റഷ്യ വൻ ശക്തിയായിട്ട് വരും, നാളെ അമേരിക്കയ്ക്കും ഭീഷണിയാവും. ഇതാണ് കൃത്യമായ നീക്കം. ഉടനെ ഡൊണാൾഡ് ട്രംപ് നമുക്ക് ഭീഷണിപ്പെടുത്തുന്നു. ഈ ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മൾ പേടിച്ചില്ല. അങ്ങനെ പേടിക്കാതിരുന്നപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ഉണ്ട്, അന്റോണിയോ ഗുട്ടറസ് വന്നിച്ച് പറയുന്നു, ഈ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കം എത്രയും പെട്ടെന്ന് നിർത്തിക്കോ, ഞങ്ങൾ ഈ നാറ്റോ സഖ്യം എല്ലാം കൂടെ നിങ്ങൾക്കെതിരെ വരുന്നുണ്ട്, ഇന്ത്യക്കും പണിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എന്തെടുത്തു, ചൈനയും ഈ റഷ്യയുടെയും ഓയിൽ മേടിക്കുന്നു. അപ്പോൾ വൻതോതിൽ ഡോളർ കണക്കിനാണ് ചൈന മേടിക്കുന്നത്. അപ്പോൾ അവിടെയും റഷ്യക്ക് പൈസ കിട്ടി തുടങ്ങി. ഇപ്പുറത്തോട്ട് മാറിയപ്പോൾ ബ്രസീൽ, ഒരു കുഞ്ഞു രാജ്യമാണ്, പതുക്കെ ബ്രസീലും അവിടെ നിന്ന് മേടിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബ്രിക്സിലെ രാജ്യങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കുന്നു. അങ്ങനെ റഷ്യക്ക് പണം കിട്ടുന്നു. ഇതിനെ ഇപ്പൊ തടയിടാൻ ആർക്ക് കഴിയുന്നില്ല? അമേരിക്കയ്ക്ക് ഡീപ് സ്റ്റേറ്റിന് കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഡീപ് സ്റ്റേറ്റ് പറയുന്നു, നിങ്ങൾ നാറ്റോയുമായിട്ട് ചേരണം. അപ്പൊ നാറ്റോയുമായിട്ട് ചേർന്നാൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ശരിയാണ്, നാറ്റോയുമായിട്ടുള്ള ചേർന്നാലുള്ള പ്രശ്നം, നാറ്റോ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്നതിനപ്പുറത്തേക്ക് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അവരുടെ ഒരു GDP എന്ന് പറയുന്നത് 50 ട്രില്യണാണ് എന്ന് പറയുന്നത്. അതിൽ 30 ട്രില്യനും അമേരിക്കയുടേതാണ്, ജർമ്മനിയുടെ 4.6 ട്രില്യനാണ്. ഇനി ഇപ്പുറത്തേക്ക് മാറിയിട്ട് UK-യുടെ ആകുമ്പോൾ 3.7 മറ്റോ ആണ്. അത് കഴിഞ്ഞ് ഇറ്റലിയുണ്ട്, ഫ്രാൻസ് ഉണ്ട്. ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നാൽ സമ്പദ് വ്യവസ്ഥയിൽ അവർ വളരെ മുന്നിലാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് നേരിട്ടൊരു ഏറ്റുമുട്ടലിന് നമ്മൾ പോവില്ല. പക്ഷേ അന്റോണിയോ ഗുട്ടറസ് ഇവിടെ വന്നിച്ച് ഭീഷണിപ്പെടുത്തി, ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറണം, ഏത് ഓയിൽ മേടിക്കുന്ന കരാറിൽ നിന്ന്. അങ്ങനെ പിന്മാറിയില്ലെങ്കിൽ റഷ്യക്ക് 100% നികുതിയും ഇന്ത്യക്ക് 34% ടാക്സും ഏർപ്പെടുത്തും. ഈ 7-ാം തീയതി പോലെ ഏർപ്പെടുത്തണ്ടേ, പക്ഷേ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്ത്യയെ ഭയമുണ്ടെന്നുള്ളൊരു കാര്യം. ഇവിടെ നമ്മളിതൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മൾ പറഞ്ഞു, നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജനതയുടെ ഊർജ്ജ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ മേടിക്കുന്നു. നമ്മളിത് മറിച്ചു വയ്ക്കോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, അത് അവരെ ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതോടുകൂടി അമേരിക്ക വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ കൂടെ ഒരു സഖ്യമായിട്ട് വരുന്നു. ബ്രസീലും ഇപ്പോൾ കൂടുന്നു. ഇപ്പം ഇന്ത്യ പറയുന്നത് നോർത്ത് കൊറിയയുമായിട്ട് നമുക്ക് സൗഹൃദമുണ്ട്, റഷ്യയുമായിട്ടുണ്ട്, അമേരിക്കയുമായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വ്യാപാര ബന്ധമാണ്. അപ്പോൾ ഈ നാറ്റോയിലുള്ള 32 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 30 രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളാണ്. 2 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തേക്ക് മാറിയിട്ട് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, ഒന്ന് കാനഡയും ഒന്ന് അമേരിക്കയും. അപ്പോൾ ഈ രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും റഷ്യക്കെതിരെയുള്ള ഉപരോധത്തോട് താല്പര്യമില്ല. ഈ വൻകിട രാജ്യങ്ങൾ, ഇപ്പോൾ ഫ്രാൻസ്, ബ്രിട്ടൻ, UK, അതുപോലെ ജർമ്മനി, ഇറ്റലി,
രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ ചെറുകിട രാജ്യങ്ങളുണ്ട്. ഈ തണുപ്പിനെ അവർക്ക് അതിജീവിക്കണമെങ്കിൽ ഓയിൽ വേണം. അത് വെച്ച് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാൻ റൂമിൽ പോലും വൈദ്യുതി, ഈ ചൂട്, ഹീറ്റും ഒക്കെ വേണം. അപ്പോൾ ഈ ഓയിൽ മേടിക്കണം. അപ്പോൾ കുറഞ്ഞ ചെലവിൽ ഓയിൽ കിട്ടുന്ന രാജ്യത്തോട് ഇവർക്കൊരു പ്രതിബദ്ധതയുണ്ട്. അവിടെയാണ് ഈ നാറ്റോയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് US മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കുന്നത്. അപ്പോൾ ഡീപ് സ്റ്റേറ്റിന്റെ കാലാകാലങ്ങളായിട്ടുള്ള ലക്ഷ്യം ഇന്ത്യയിലെ NDA സർക്കാരിനെ പുറത്താക്കുക, അവർ പറയുന്ന രാഹുൽ ഗാന്ധിയെ പോലെയോ കോൺഗ്രസിനെ പോലെയുള്ള പാവ സർക്കാരിനെ കൊണ്ടുവരിക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോ ട്രംപിനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട്, കാരണം ട്രംപും ഇന്ത്യയും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നല്ലോ. അതെ അതെ. അപ്പൊ അതിനെ തകർത്തുകൊണ്ട് ഡീപ് സ്റ്റേറ്റിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാക്കാനാണോ ഇപ്പൊ ഇന്ത്യയെ തള്ളി പറഞ്ഞുകൊണ്ട് ട്രംപിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്? അതെ, അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇവർ പറയുന്നത് എന്താ, നിങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കരുത്. എണ്ണ മേടിച്ചാൽ റഷ്യക്കുള്ളതുപോലെ ഞങ്ങൾ ടാക്സ് കൂട്ടും. അങ്ങനെയാണെങ്കിൽ പിന്നെ എവിടെ നിന്ന് എണ്ണ മേടിക്കും? സൗദി, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ മേടിക്കണം. അപ്പം ഇന്ത്യ തിരിച്ചു ചോദിക്കുന്നു, മുമ്പ് ഞങ്ങൾ ഇറാനിൽ നിന്ന് എണ്ണ മേടിച്ചു, നിങ്ങൾ ഇറാനുമായിട്ട് യുദ്ധമുള്ളതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തി. വെനസ്വേലയിൽ നിന്ന് എണ്ണ മേടിച്ചു, അതും നിർത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തി. ഇപ്പം റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് നിർത്താൻ പറ്റില്ല. കാരണം ഡിസ്കൗണ്ട് റേറ്റിലാണ് നമുക്ക് റഷ്യ എണ്ണ തരുന്നത്. ആ എണ്ണ നമ്മൾ മറിച്ച് വിൽക്കുന്നു. ചൈനയ്ക്കും അതുപോലെ എണ്ണ കൊടുക്കുന്നു. ചൈനയും ആ എണ്ണ മേടിച്ചിട്ട്, ചൈനയിലും ഏറ്റവും വലിയ ജനസംഖ്യയല്ലേ, അങ്ങനെയുള്ളൊരു രാജ്യവും ആ എണ്ണ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം അമേരിക്കയോട് നമ്മൾ ഈ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളോട് അങ്ങനെയല്ല. കാരണം അവരുമായിട്ട് നല്ല വ്യാപാര ബന്ധമാണ് നമുക്കുള്ളത്. കൂടാതെ ഫ്രാൻസ് ഉൾപ്പെടെ ബ്രിട്ടൻ, ജർമ്മനി രാജ്യങ്ങളുമായിട്ട് നമുക്ക് സൈനിക വ്യാപാര കരാറുണ്ട്. കാരണം പണ്ട് നമ്മൾ ഈ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണെങ്കിൽ ഇന്ന് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. മിസൈൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു, ഡ്രോണുകൾ ഉണ്ടാക്കുന്നു, 5ാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ഈ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് അമേരിക്ക ഈ പറയുന്ന ഭീഷണിയൊന്നും നമ്മളെടുത്ത് ചിലവാകുന്നില്ല. അപ്പം നമ്മൾ നേരത്തെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇടപെടില്ല. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു കൂളായിട്ട് നമ്മൾ നിൽക്കും, എന്നിട്ട് ഒരു മധ്യവർത്തി നിൽക്കും. കാരണം ലോക രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നരേന്ദ്രമോദിയെ മീഡിയേറ്ററായിട്ട് വിളിക്കും. നമുക്കറിയാം, റഷ്യ യുക്രൈൻ തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ആദ്യം മീഡിയേറ്ററായിട്ട് പോയത് മോദിയായിരുന്നു. ഇപ്പുറത്ത് ഇസ്രായേലുമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ ഇറാനും ഒരു മീഡിയേറ്റർ ആണെന്ന് ആവശ്യപ്പെട്ട ഇന്ത്യയോടാണ്. അപ്പം നമ്മൾ ഒരു യുദ്ധത്തിനൊന്നും സപ്പോർട്ട് ചെയ്യാത്ത ഒരു മധ്യനിലയിലൂടെ പോകുന്ന നിലപാട് സ്വീകരിച്ചു. ഇവിടെ എന്താ, ഇപ്പം നമ്മൾ പറയുന്നു, അന്റോണിയോ ഗുട്ടറസ് വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയത് കയ്യിൽ വെച്ചാൽ മതി, ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതിനാരും ഭീഷണിയുമായിട്ട് വരണ്ട. സത്യത്തിൽ ഈ യൂറോപ്യൻ യൂണിയന്റെ ജനറൽ സെക്രട്ടറി ഇങ്ങോട്ടേക്ക് അയച്ചത് ഈ ഡീപ് സ്റ്റേറ്റ് ആണ്. കാരണം ഈ യൂറോപ്പിന്റെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നിയന്ത്രണം ഡീപ് സ്റ്റേറ്റിനായിരുന്നു. പക്ഷേ ട്രംപ് വന്നതോടുകൂടി ഇവരെ ഒന്ന് മാറ്റി നിർത്തി. ഇപ്പൊ ട്രംപ് ലോകത്തിന് മുന്നിൽ ഒരു പരിഹാസ്യ കഥാപാത്രമാണ്. കാരണം അയാൾ പറയുന്ന വാക്കുകൾക്ക് വിശ്വാസ്യതയില്ല. ജനങ്ങൾ അയാളെ ഒരു വിശ്വാസ്യതയില്ലാത്ത ഭരണാധികാരിയായിട്ട് കണക്കാക്കുന്നു. അപ്പോഴാണ് ഡീപ് സ്റ്റേറ്റ് കൊണ്ട് കൈ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ വ്യാപാര ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഡീപ് സ്റ്റേറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും. അതിൽ അവരുടെ പ്രധാന അജണ്ട ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കണമെന്നാണ്. ഇപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ നിലനിൽപ്പിന് തന്നെ അവിടെ ഭീഷണി ഉയർന്നിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ആ നേതാക്കൾ ഇയാൾക്കെതിരായി. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്ത് പറഞ്ഞാലും കേൾക്കും. അതുകൊണ്ടാണ് പറയുന്നത്, റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കണം, ചൈനയുമായിട്ടുള്ള കൂട്ടുണ്ടാകരുത്. ഇവിടെ ഇപ്പോൾ പല കാര്യങ്ങളിലും ഇന്ത്യയും ചൈനയും തമ്മിൽ ബന്ധം മെച്ചപ്പെട്ടു വരികയാണ്. ഇതിന് കാരണം അമേരിക്കയാണ്. അപ്പോൾ എല്ലാ കാലത്തും അമേരിക്ക നമ്മളെ സഹായിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അങ്ങനെ സഹായിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ നമുക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. ഈ സമ്മർദ്ദം ചെലുത്തി റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങാതിരുന്നു. പക്ഷേ എണ്ണ വാങ്ങാതിരുന്നാൽ റഷ്യക്ക് അത് വലിയ നഷ്ടമാണ്. കാരണം യുദ്ധം നടക്കുന്ന സമയമല്ലേ, സാമ്പത്തികം ഇല്ലാതിരിക്കുന്ന സമയമല്ലേ. അപ്പം ഈ അമേരിക്കയുടെ പ്ലാൻ ഒന്ന് മനസ്സിലാക്കി നോക്കി. അതെ, തീർച്ചയായിട്ടും അമേരിക്ക വല്ലാത്തൊരു കളി തന്നെയാണ് കളിക്കുന്നത്. പക്ഷെ അത് ഗുണം ചെയ്യുന്നത് ഇന്ത്യക്കല്ലേ. ശാരീരികമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും ഇടപാടുകൾ, സാമ്പത്തികമായുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ള ഇടപാടുകൾക്കും ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് പകരാൻ സഹായിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ കരുത്ത് പകരുന്നു. നമ്മൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടുതൽ ബന്ധം ശക്തമാകുന്നു. ഇപ്പുറത്ത് ചൈനയും കൂടെ വരുന്നു, ബ്രസീൽ. ചുരുക്കം പറഞ്ഞാൽ ഈ UN അട്ടിമറിക്കാൻ ശക്തിയുള്ള ബ്രിക്സ്, G7, G20 തുടങ്ങിയ കൂട്ടായ്മകളുണ്ട്. അത്തരം കൂട്ടായ്മകളായിരിക്കും ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അമേരിക്ക ഡൊണാൾഡ് ട്രംപിൻ്റെയും ഡീപ് സ്റ്റേറ്റിൻ്റെയും അകമ്പടിയോടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വരുന്നു. ഇന്ത്യ നിലപാടിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് എന്താ, റഷ്യയെ സാമ്പത്തികമായി സഹായിക്കുന്നത് ഇന്ത്യയാണെന്ന്. ഒരു കാരണവശാലും ഇന്ത്യ ആ സാമ്പത്തികമായി സഹായിക്കുന്നതിൽ പിന്മാറില്ല. അവരുടെ നെഞ്ചത്ത് കയറി പണി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട.